എന്നാലും ഇതിനിടയിലും ആ മുക്കുവനെ കുറിച്ച് അന്വേഷിച്ചോ എന്ന് കെവിൻ ഹോഗനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ മുക്കുവന്റെ പേരും ആ ബോട്ട് നമ്പറും ഒന്നും അറിയാതെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഹോഗൻ മറുപടി കൊടുക്കുന്നു. അപ്പോൾ കെവിൻ കൂടെയുണ്ടായിരുന്ന ജോർജിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും അവൻ ചിലപ്പോൾ ക്യൂബൻ കുടിയേറ്റക്കാരനായിരിക്കുമെന്നും മിക്കവാറും ഇവിടെയുള്ള എല്ലാ ബോട്ട് തൊഴിലാളികളും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാതൊരു തിരിച്ചറിയൽ രേഖകളും ഇല്ലാത്ത കുടിയേറ്റക്കാരായിരിക്കുമെന്നും ഹോഗൻ പറയുന്നു. ശേഷം കെവിൻ ബാങ്കിൽ പോയതിനെ കുറിച്ച് പറയുമ്പോൾ ആ ബാങ്ക് ട്രാൻസ്ഫറിനെ കുറിച്ച് പൈസ ക്രെഡിറ്റ് ആയ അക്കൗണ്ടിനെ കുറിച്ചും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അവിടുത്തെ CCTV ഫൂട്ടേജ് കയ്യിലുണ്ടെന്നും ഹോഗൻ മറുപടി കൊടുക്കുന്നു. എന്നാൽ ഇത് കരീബിയ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബാങ്കുകളിൽ എന്ത് ഉടായ്പ നടക്കുമെന്നും ഹോഗൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും വാദിയെ പ്രതിയാക്കുന്ന എല്ലാ നാട്ടിലെയും സമ്പ്രദായം ഇവിടെയും ഉള്ളതുകൊണ്ട് ഹോഗൻ ആ രീതിയിലും കെവിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് കുടുംബത്തിന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക തട്ടാനായി കെവിൻ മെനഞ്ഞെടുത്ത കഥയാണോ ഇതെന്ന് ഹോഗൻ സംശയിക്കുന്നു. കെവിൻ തന്നെ അവന്റെ ഭാര്യയെയും കുഞ്ഞിനെയും അപായപ്പെടുത്തി ഇങ്ങനെയൊരു നാടകം കളിക്കുകയാണോ എന്നതാണ് അയാളുടെ ചിന്ത. കാരണം കെവിൻ പറഞ്ഞ സംഭവങ്ങൾക്കൊന്നും തന്നെ ഒരു ദൃക്സാക്ഷിയും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വാദത്തെ കെവിൻ ശക്തമായി എതിർക്കുന്നുണ്ട്. ശേഷം അവന്റെ ഇപ്പോഴത്തെ സാഹചര്യം ഒന്നുകൂടി വ്യക്തമാക്കുമ്പോൾ മുഴുവൻ വിശ്വസിക്കുന്നില്ലെങ്കിലും കെവിന്റെ ഫാമിലിയെ കണ്ടെത്താമെന്ന് ഹോഗൻ അവന് വാക്കുകൊടുക്കുന്നു. അങ്ങനെ മുറിയിൽ തിരിച്ചെത്തുന്ന കെവിന് അവന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ആ മുക്കുവൻ പറഞ്ഞ ഓരോ കാര്യവും വീണ്ടും ഓർത്തു നോക്കുന്ന കെവിൻ പെട്ടെന്ന് തന്നെ ആ റിസോർട്ടിലെ ബ്രൗസ് ചെയ്യാനുള്ള സ്പേസിലേക്ക് പോകുന്നു. അവിടെ ഒരു ലാപ്ടോപ്പിൽ അവിടുത്തെ ദ്വീപുകളെയെല്ലാം പ്രിന്റ് എടുക്കാനായി ശ്രമിക്കുമ്പോഴാണ് അപ്പുറത്ത് മറ്റൊരു ലാപ്ടോപ്പിൽ ഗെയിമിന്റെ സ്കോറെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കെവിൻ ശ്രദ്ധിക്കുന്നത്. അയാളുടെ ടീഷർട്ടിലെ ഫിഷിന്റെ പടം കാണുന്ന കെവിൻ അയാളോട് ഫിഷിങ്ങിന് പോകാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അയാൾക്ക് അതിനോട് നല്ല താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന കെവിൻ അയാൾ പിടിക്കുന്ന മീനിനെയെല്ലാം എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചന്തയിൽ വിൽക്കുമെന്നും അല്ലെങ്കിൽ കടലിൽ തന്നെ കളയുമെന്നാണ് അയാൾ മറുപടി കൊടുക്കുന്നത്. അത് കേട്ടതും കെവിൻ ഹോഗന്റെ അടുത്ത് ചെന്ന് ഇതിനെക്കുറിച്ച് പറയുന്നു. അതായത് അവർ അന്വേഷിക്കുന്ന മുക്കുവന്റെ കയ്യിൽ നിന്നും മീൻ വാങ്ങുന്ന ഒരാൾ ഉണ്ടാകുമല്ലോ, അയാളെ കണ്ടുപിടിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകുമല്ലോ. എന്നാൽ അതിനൊക്കെ ഒരുപാട് സമയമെടുക്കുമെന്നും ഇനി അഥവാ കണ്ടെത്തിയാൽ തന്നെ കെവിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്നുമാണ് ഹോഗൻ പറയുന്നത്. പക്ഷേ കെവിൻ അത് നോക്കിക്കൊള്ളാമെന്ന് പറയുമ്പോൾ അവർക്ക് അന്വേഷണത്തിനായി അത്ര ഫെസിലിറ്റി ഒന്നുമില്ല എന്ന് ഹോഗൻ കെവിനെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് US എംബസിയിലെ ഡെപ്യൂട്ടി ചീഫായ ബ്രയാൻ വരുന്നു. ബ്രയാൻ കെവിനെ സമാധാനിപ്പിക്കാനായി സംസാരിക്കുമ്പോൾ കെവിൻ ഒന്ന് കൂളാകുന്നുണ്ട്. അതിനുശേഷം മുറിയിലേക്ക് പോകുന്ന കെവിനോട് എങ്ങോട്ടേക്കും പോകരുതെന്നും 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ബേസ് ക്യാമ്പിലേക്ക് പോകേണ്ടതായിട്ടുണ്ടെന്നും ഹോഗൻ പറയുമ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കെവിൻ അവിടെയുള്ള ഒരു ടാക്സിയിൽ കയറി അവന്റെ അന്വേഷണം ആരംഭിക്കുന്നു. ആദ്യം അവൻ പോകുന്നത് അവിടെയുള്ള മീൻ ചന്തയിലേക്കായിരുന്നു. അവിടെ എത്തി മറ്റേ മുക്കുവനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആർക്കും അറിയില്ല എന്ന മറുപടിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കെവിൻ അവനറിയാവുന്ന വിവരങ്ങൾ വെച്ച് ആ മുക്കുവനെയും ജോർജിനെയും കുറിച്ച് ഈ കന്നഡക്കാരനോട് ചോദിക്കുമ്പോൾ അയാൾക്ക് അങ്ങനെ ഒരാളെയും അറിയില്ല എന്നും ബോട്ടിൽ ജോലി ചെയ്യാൻ ആളെയാണ് വേണ്ടതെങ്കിൽ രാവിലെ വരാനുമാണ് അയാൾ പറയുന്നത്. ഇന്ന് രാത്രി തന്നെ മീൻ പിടിക്കാൻ പോകണമെന്ന് കെവിൻ പറയുമ്പോൾ അപ്പുറത്തെ ബാറിൽ പോയി 2 എണ്ണം അടിച്ചുറങ്ങെന്ന് പറഞ്ഞ് അയാൾ കെവിനെ കളിയാക്കി വിടുന്നു. അതിനുശേഷം കെവിൻ മറ്റൊരിടത്ത് പോയി ജോർജിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവൻ ഉദ്ദേശിച്ച ജോർജ് ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അവിടെയും കെവിൻ നിരാശനാകുന്നുണ്ടെങ്കിലും കെവിൻ ഹോഗനെ വിളിച്ച് ആ മുക്കുവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഹോഗൻ പറഞ്ഞതനുസരിക്കാതെ കെവിൻ അവിടെ നിന്ന് പോയതിൽ ദേഷ്യമുള്ള ഹോഗൻ കെവിൻ എവിടെയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നത് നാളെ നേരം വെളുക്കും വരെ ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കാൻ അവനാവില്ല എന്നും ആ മുക്കുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാമെന്നുമായിരുന്നു. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ലാതെ കെവിൻ ആ ടാക്സിയിൽ ഇരിക്കുമ്പോഴാണ് ടാക്സി ഡ്രൈവറുടെ കയ്യിൽ ഒരു മുറിവും അതിന്റെ സ്റ്റിച്ചും കെവിൻ ശ്രദ്ധിക്കുന്നത്. ഇതുപോലൊരു സ്റ്റിച്ച് തന്നെയായിരുന്നു ആ മുക്കുവന്റെ കയ്യിലും ഉണ്ടായിരുന്നതെന്ന് ഓർക്കുന്ന കെവിൻ ആ മുറിവിനെ കുറിച്ചും ഏത് ഹോസ്പിറ്റലിലാണ് ചികിത്സിച്ചതുമെന്നുമെല്ലാം അയാളോട് ചോദിച്ചു മനസ്സിലാക്കുന്നു. ശേഷം ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കെവിൻ തന്റെ കാലിലുണ്ടായിരുന്ന മുറിവ് കാണിക്കാനെന്ന രീതിയിൽ ഡോക്ടറിനോട് സംസാരിക്കുന്നു. എന്നാൽ ഡോക്ടർ ആ മുറിവ് വൃത്തിയാക്കാനായി തുന്നാൻ ശ്രമിക്കുമ്പോൾ കെവിൻ അവന് കഴിഞ്ഞ ദിവസങ്ങളിലായി സംഭവിച്ച കാര്യങ്ങളും ആ മുക്കുവിനെ കുറിച്ചുമെല്ലാം ഡോക്ടറിനോട് വിശദീകരിക്കുന്നു. കെവിൻ ഒരു ഡോക്ടറാണെന്നും അവന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി ആ മുക്കുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരണമെന്നും അവൻ ഡോക്ടറിനോട് അപേക്ഷിക്കുന്നു. കാരണം അയാൾ ഇവിടെ തന്നെയാണ് കയ്യിലെ മുറിവ് സ്റ്റിച്ചിട്ടത്. ഒരു ഡോക്ടറായ കെവിന് ആ സ്റ്റിച്ചിന് എത്ര നാളത്തെ പഴക്കമുണ്ടെന്നുമെല്ലാം നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഇവിടുത്തെ പേഷ്യന്റ് ലിസ്റ്റിൽ എന്തായാലും അയാളുടെ പേര് കാണും. എന്നാൽ പോലീസിന് മാത്രമേ ആ വിവരങ്ങൾ
കൈമാറാൻ സാധിക്കുകയുള്ളൂ എന്നും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നും വിഷമത്തോടെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുന്നു. ഡോക്ടർ പോയ ശേഷം അവിടുത്തെ കമ്പ്യൂട്ടറിൽ നിന്നും മുക്കുവന്റെ പേര് കണ്ടെത്താനായി കെവിന് സാധിക്കുന്നുണ്ട്. അയാളുടെ പേര് മിഗുയാൽ കബ എന്നായിരുന്നു. മാത്രമല്ല അയാളുടെ അഡ്രസ്സും അവിടെ നിന്ന് മനസ്സിലാക്കുന്ന കെവിൻ അവിടെയുള്ള ഒരു സർജിക്കൽ ബ്ലേഡ് എടുത്ത് അതേ ടാക്സിയിൽ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോൾ ഡ്രൈവറിനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പൈസ കൊടുത്ത ശേഷം തിരിച്ചു വരുമ്പോൾ എന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടാകുമെന്നും ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരുന്നാൽ ഇനിയും $100 കൂടി തരാമെന്നും പറഞ്ഞ് കെവിൻ ഇറങ്ങുകയാണ്. അങ്ങനെ മിഗുയാലിന്റെ വീട് കണ്ടെത്തി ആ ഡോറിൽ മുട്ടുമ്പോൾ അയാളുടെ ഭാര്യയാണ് അകത്ത് നിന്ന് സംസാരിച്ചത്. എന്നാൽ മിഗുയാലിനെ കാണണമെന്ന് പറഞ്ഞ് കെവിൻ കുറെ കള്ളങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ കതക് തുറക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു സമയമായിട്ടും തുറക്കാതാവുമ്പോൾ കെവിൻ ബലം പ്രയോഗിച്ച് കതക് തുറക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അകത്തു നിന്നും ഡോർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ആ ഫോഴ്സിൽ തെറിച്ചു വീഴുന്ന കെവിനെ കണ്ട് പേടിച്ച ആ സ്ത്രീ മുറിയിലേക്ക് ഓടുന്നു. ഒപ്പം ആ പേരുള്ള ആരും ഇവിടെയില്ല എന്നും എന്റെ മോളെ തൊട്ടുപോകണമെന്നാണ് ആ സ്ത്രീ പറയുന്നത്. മിഗുയാലിന്റെ മോളാണെങ്കിൽ മൂക്കിൽ ട്യൂബൊക്കെ ഇട്ട അവസ്ഥയിൽ എന്തോ ഗുരുതരമായ രോഗാവസ്ഥയിൽ കിടപ്പിലാണ്. സത്യമായും നിങ്ങളെയോ മകളെയോ ഒന്നും ചെയ്യില്ല എന്നും എനിക്ക് മിഗുയാലിനെ മാത്രം കണ്ടാൽ മതിയെന്നും കെവിൻ പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെ ആ സ്ത്രീ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അവിടെ മറ്റു മുറികൾ തുറന്ന് മിഗുയാലിനെ കെവിൻ അന്വേഷിക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു ഫോട്ടോ കെവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് മിഗുയാൽ അവന്റെ ബോട്ടിന്റെ മുൻപിൽ നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു. ഉടൻ തന്നെ കെവിൻ അതവന്റെ ഫോണിൽ പകർത്തുന്നു. അതിൽ ആ ബോട്ടിന്റെ നമ്പറും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് മിഗുയാൽ കയറി വരുന്നത്. കെവിനും അയാളും പരസ്പരം കാണുമ്പോൾ മിഗുയാൽ വീടിന്റെ ഡോർ അടക്കുന്നു. അതിനുശേഷം എവിടെയാണ് കെവിന്റെ ഫാമിലി എന്ന് ചോദിച്ച് അവർ തമ്മിൽ വലിയൊരു തർക്കമുണ്ടാകുന്നു. എവിടെയാണ് അവരുള്ളതെന്ന് പറയാൻ മിഗുയാൽ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ തർക്കം ഒരു കയ്യാം കളിയിലേക്ക് എത്തുന്നു. കെവിൻ മിഗുയാലിനെ നിലത്തിട്ട് ഇടിക്കുന്നത് കാണുന്ന മിഗുയാലിന്റെ ഭാര്യ അവർ മീനിനെ ഷൂട്ട് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഗൺ എടുത്തുകൊണ്ടുവന്ന് കെവിന് നേരെ ചൂണ്ടുന്നു. അത് കണ്ട് പേടിച്ച് കെവിൻ ഒരു നിമിഷം മിഗുയാലിന്റെ ദേഹത്ത് നിന്ന് കൈയെടുക്കുമ്പോൾ മിഗുയാൽ എണീറ്റ് ആ ഗണ്ണ് ഭാര്യയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നു. ആ നിമിഷം തന്നെ പുറത്തെ ശബ്ദം കേട്ട് അദ്ദേഹത്തിന്റെ മൂത്ത മകൾ മറ്റൊരു മുറിയിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു. ആ കുട്ടി വന്നത് നിർഭാഗ്യവശാൽ കെവിന്റെ അടുത്തേക്കായത് കൊണ്ട് തന്നെ കെവിൻ ജീവൻ രക്ഷിക്കാനായി ആ കുട്ടിയെ എടുത്ത് കൊല്ലുമെന്ന് പേടിപ്പിക്കുന്നു. അവൻ ഹോസ്പിറ്റലിൽ നിന്നെടുത്ത സർജിക്കൽ ബ്ലേഡ് കാണിച്ച് അവരെ പേടിപ്പിക്കുമ്പോൾ അത് കാണുന്ന മിഗുയാൽ കുഞ്ഞിനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ആ ഗൺ മേശയിൽ വെക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആ ഗൺ മേശയുടെ പുറത്തേക്കിട്ടപ്പോൾ ആ പ്രഷറിൽ ആ ഗൺ അൺലോക്ക് ആവുകയും അതിലുണ്ടായിരുന്ന വലിയ അമ്പ് അവരുടെ മകളുടെ വയറ്റിലേക്ക് തറച്ചു കയറുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ അമ്പ് കെവിന്റെയും കൂടി വയറ്റിലേക്കാണ് തറച്ചു കയറിയത്. ഈ ഒരു സംഭവം മിഗുയാലിന്റെ ഭാര്യയെ ഒത്തിരി വിഷമിപ്പിക്കുന്നു. മിഗുയാൽ ഒരു നിമിഷം അവിടെ സ്റ്റക്കായി നിന്നു. ശേഷം ദേഷ്യം കയറി കെവിനെ കൊല്ലാനായി അദ്ദേഹം ശ്രമിക്കുമ്പോൾ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനായി താൻ ജീവനോടെ ഉണ്ടാകണമെന്ന് ഓർക്കുന്ന കെവിൻ ആ സർജിക്കൽ ബ്ലേഡ് എടുത്ത് മിഗുയാലിന്റെ കഴുത്ത് കീറുകയാണ്. തന്റെ കുടുംബത്തെ രക്ഷിക്കാനും ജീവൻ നിലനിർത്താനും വേണ്ടി കെവിൻ ശ്രമിച്ചപ്പോൾ അയാൾ കാരണം ഒറ്റ രാത്രിയിൽ പോയത് 2 ജീവനുകളായിരുന്നു. അച്ഛനെയും സഹോദരിയെയും നഷ്ടപ്പെട്ട മിഗുയാലിന് വയ്യാത്ത കുഞ്ഞ് അവിടെ നിന്ന് കരയുമ്പോൾ പയ്യെ കെവിന്റെ ബോധവും മറഞ്ഞുപോയിരുന്നു. കണ്ണു തുറക്കുമ്പോൾ കെവിൻ ഉണ്ടായത് ഒരു ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ 2 കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയായതുകൊണ്ട് തന്നെ പോലീസ് അയാളെ വിലങ്ങണിയിച്ചാണ് കിടത്തിയിരുന്നത്. കഴിഞ്ഞ രാത്രി സംഭവിച്ചതിനെക്കുറിച്ച് ന്യായീകരിക്കാനായി കെവിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ ഹോഗൻ തയ്യാറായിരുന്നില്ല. ആ നിമിഷം അവിടേക്ക് ബ്രയാൻ വന്ന് കെവിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും കെവിൻ ആ ബോട്ട് നമ്പർ ഉപയോഗിച്ച് ജോർജിനെ കണ്ടെത്താമെന്ന് പറയുമ്പോൾ ബ്രയാൻ ആ സത്യം വെളിപ്പെടുത്തുന്നു. അതായത് കരീബിയയിലെ 2 പൗരന്മാരെ കൊന്ന കേസിൽ കസ്റ്റഡിയിലുള്ള ഒരു അമേരിക്കൻ പൗരനാണ് കെവിൻ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കെവിന്റെ ആദ്യത്തെ പരാതിയായ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ കെവിന്റെ നിയന്ത്രണം വിടുന്നു. അതിനെ തുടർന്ന് അവർ തമ്മിൽ വലിയ വാക്കുതർക്കം നടക്കുമ്പോൾ കെവിൻ അവിടെ ഉണ്ടായിരുന്ന പോലീസിനെ അടിച്ചിട്ട് അയാളുടെ തോക്കെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. കെവിനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ ഷൂട്ട് ചെയ്യാനും മടിക്കില്ല എന്ന് അവൻ ഓർമ്മിപ്പിക്കുന്നു. ശേഷം കെവിൻ മിസ്സിംഗ് ആണെന്നുള്ള വിവരം പോലീസ് വയർലെസ് വഴി അറിയിച്ച് എല്ലാവരെയും അലേർട്ട് ആക്കുന്നുണ്ട്. മാത്രമല്ല കെവിനെ പിന്തുടർന്ന് ഹോഗനും മറ്റു പോലീസുകാരും പോകുന്നുണ്ടായിരുന്നു. ഒരിടത്തെത്തുമ്പോൾ ഹോഗൻ കെവിനെ കാണുകയും ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് തോക്ക് ചൂണ്ടുകയും ചെയ്യുന്നു. എന്നാൽ കെവിൻ വളരെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഹോഗന് ഷൂട്ട് ചെയ്യാനുള്ള ധൈര്യം വന്നതേയില്ല. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ വയറിന് നന്നായി പരിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഒരു കടയിൽ നിന്ന് അടിച്ചു മാറ്റിയ ഷർട്ടും തൊപ്പിയും ധരിച്ച് കെവിൻ ഹാർബർ മാസ്റ്റർ ഓഫീസിൽ എത്തുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥനോട് കുറച്ച് നുണയൊക്കെ പറഞ്ഞാണെങ്കിലും മിഗുയാലിന്റെ ആ ബോട്ട് ഇപ്പോഴുള്ളത് എവിടെയാണെന്ന് കെവിൻ മനസ്സിലാക്കുന്നു. എന്നാൽ ആദ്യം ആ ബോട്ട് ഉണ്ടായിരുന്നിടത്ത് നിന്ന് അത് പോയി എന്ന് ആ ഉദ്യോഗസ്ഥൻ
പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ബോട്ട് കിട്ടില്ല, പകരം വേറെ ബോട്ട് വാടകയ്ക്ക് എടുക്കാനും അയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനുശേഷം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ വീണ്ടും കെവിൻ എത്തുമ്പോഴാണ് മുന്നിൽ ഒരാൾ ഫോണിൽ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ഉടൻ തന്നെ അവിടെയുള്ള ഫോൺ ബൂത്തിൽ നിന്ന് US എംബസിയിലേക്ക് വിളിക്കുന്ന കെവിൻ ജോർജിന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു എന്ന കാര്യം അവരെ അറിയിക്കുന്നു. ജോർജിന്റെ കയ്യിലെ ഫോണിൽ നിന്നാണല്ലോ മിഗുയൽ ആരെയോ വിളിച്ചതും അക്കൗണ്ട് നമ്പർ എല്ലാം ചോദിച്ചതും. എന്നാൽ ഈ കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നുവെന്ന് അയാൾ പറയുമ്പോൾ കെവിൻ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. കെവിൻ ആണെങ്കിൽ ആ ഫോൺ ട്രേസ് ചെയ്തവനെ കണ്ടുപിടിച്ചാൽ അവനെയും കൊണ്ട് മെയിൻ സ്ക്വയറിൽ വരാനും കൂടെ ഒരു ട്രാൻസ്ലേറ്ററിനെയും കൂടി കൂട്ടിക്കൊണ്ടുവരാനും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അപ്പോഴും ഹോഗൻ കെവിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം ഒരു പോലീസുകാരനും പുറകെയുണ്ടെന്ന് മനസ്സിലാക്കുന്ന കെവിൻ ഹോഗനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നു. അതായത് ജോർജിനെ കിട്ടിയാൽ കീഴടങ്ങിക്കോളാമെന്നും അല്ലാതെ പിടിതരില്ല എന്നും വെറുതെ എന്റെ പുറകെ നടന്ന് ടൈം കളയണ്ട എന്നും കെവിൻ ഹോഗനോട് പറയുന്നു. അപ്പോൾ ഹോഗൻ ജോർജിന്റെ നമ്പർ വിളിച്ചിരുന്നുവെന്നും അവൻ ഫോൺ എടുത്ത ശേഷം പേടിച്ചൊന്നും പറയാതെ കട്ട് ചെയ്തുവെന്നും അത് ജോർജ് തന്നെയാണെങ്കിൽ അവൻ ഐലൻഡിൽ തീർച്ചയായും എത്തിക്കൊള്ളും എന്നും കെവിനോട് പറയുന്നു. ഒപ്പം കെവിൻ കീഴടങ്ങിയാൽ സഹായിക്കാൻ ഞാൻ തയ്യാറാണെന്നും കൂടി ഹോഗൻ കൂട്ടിച്ചേർക്കുന്നു. അതിന് കെവിൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഒന്നും പറയാതെ കെവിൻ കോൾ കട്ട് ചെയ്തു. അപ്പോഴും ആ പോലീസുകാരൻ കെവിനെ ഫോളോ ചെയ്യുന്നത് കാണുന്ന കെവിൻ അവിടെ ഉണ്ടായിരുന്ന ബസ്സിൽ കയറി രക്ഷപ്പെടുന്നു. ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഭാര്യയുടെയും കുഞ്ഞിന്റെയും അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കെവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ ബസ്സിലിരുന്ന ഒരു കുട്ടി കെവിനെ നോക്കുമ്പോൾ അവൻ സങ്കടമടക്കി പുറകിലേക്ക് നോക്കുന്നു. അപ്പോഴവിടെ അവസാനത്തെ സീറ്റിൽ ജോർജ് ഇരിക്കുന്നത് കാണുന്ന കെവിൻ ജോർജ് എന്നുറക്കി വിളിക്കുന്നു. അത് കേട്ടതും ജോർജ് ആ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടാൻ തുടങ്ങുന്നു. കെവിൻ പുറകെ ഓടുന്നുണ്ടെങ്കിലും വയറിലുള്ള പരിക്ക് കാരണം അവനതയും ഓടാനാകുന്നില്ല. അപ്പോഴേക്കും ജോർജും അവിടെ നിന്നു. കെവിന് ജോർജിന്റെ ഭാഷ അറിയില്ലെങ്കിലും അറിയാവുന്നതെല്ലാം വെച്ച് അവന്റെ ഫാമിലി എവിടെയാണുള്ളതെന്ന് അവൻ ചോദിക്കുന്നു. അപ്പോൾ ജോർജ് എന്തോ പറയാനായി മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്നൊരു വണ്ടി വന്ന് ഇടിച്ച് തെറിപ്പിക്കുന്നു. അതൊട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. കാരണം കെവിന്റെ മുൻപിലുള്ള അവസാനത്തെ പിടിവലിയായിരുന്നു ജോർജ്. ഇപ്പോഴാ ജോർജ് ആണെങ്കിൽ മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുന്നു. വണ്ടി ഓടിച്ച ഡ്രൈവർ കുറച്ച് പാനിക് ആകുന്നുണ്ടെങ്കിലും കെവിൻ പറയുന്നതനുസരിച്ച് വണ്ടി മുന്നോട്ട് നീക്കുന്നു. എന്നാൽ സഹായത്തിനായി ആരെയെങ്കിലും വിളിക്കാൻ ആ ഡ്രൈവറുടെ കയ്യിൽ ഫോണും ഉണ്ടായിരുന്നില്ല. കെവിൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ജോർജിനെ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അവൻ മരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അവൻ മരിക്കുന്നതിന് മുൻപ് തന്റെ ഭാര്യയും കുഞ്ഞും ഏത് ദ്വീപിലാണെന്ന് കണ്ടെത്താനാണ് കെവിൻ ശ്രമിച്ചത്. നേരത്തെ പ്രിന്റ് എടുത്തു വെച്ചിരുന്ന മാപ്പ് കാണിച്ച് ഇതിലെവിടെയാണെന്ന് പറയാൻ ജോർജിനോട് കെവിൻ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. ആദ്യം ജോർജ് തയ്യാറായില്ലെങ്കിലും അവസാനം അയാൾ ആ മാപ്പിൽ എവിടെയാണ് കെവിന്റെ ഫാമിലി ഉള്ളതെന്ന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ആ വണ്ടിയെടുത്ത് ബോട്ടിയാടിലേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും കെവിൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് അവന്റെ കൺമുമ്പിൽ ഒരു ജീവൻ പിടയുമ്പോൾ സ്വാർത്ഥനാകാൻ അവന് കഴിയുമായിരുന്നില്ല. സോ ജോർജിനെ ആ വണ്ടിയിൽ കയറ്റിയ ശേഷം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്നും ആ ഡ്രൈവറിനോട് പറഞ്ഞ് കെവിൻ അവിടെ നിന്ന് മടങ്ങി. അവന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഇനി അവിടെ എത്തിയാൽ മാത്രം മതിയെന്ന് മനസ്സിലുറപ്പിച്ച് കെവിൻ മുന്നോട്ട് നീങ്ങുമ്പോൾ അവന്റെ വയറ്റിലെ മുറിവിൽ നിന്ന് രക്തം വന്നുകൊണ്ടേയിരുന്നു. അതൊന്നും കാര്യമാക്കാതെ അവനോടി ബോട്ടിയാടിൽ എത്തിയപ്പോൾ ആദ്യം കണ്ടത് പ്രായമായ ഒരാളെയായിരുന്നു. കെവിൻ ആ മാപ്പ് കാണിച്ച് ഒരു ഐലൻഡിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത് ആദ്യം എണ്ണയടിക്കണമെന്നും വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അർദ്ധരാത്രി അവിടെ എത്തുമെന്നുമാണ്. അത് കേട്ട് താല്പര്യമില്ലാതെ കെവിൻ മറ്റൊരു ബോട്ട് തേടി പോകുന്നു. കാരണം കെവിന്റെ കയ്യിൽ തീരെ സമയമില്ല. ഇതിനോടകം അവന്റെ ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്ന പേടിയായിരുന്നു അവന്. അങ്ങനെ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു സ്പീഡ് ബോട്ട് കാണുമ്പോൾ അതിലുണ്ടായിരുന്ന പയ്യനോട് എത്ര കാശ് വേണമെങ്കിലും തരാമെന്നും ഒരു ദ്വീപിലേക്ക് പോകണമെന്നും പറയുന്നു. എന്നാൽ ആദ്യം കാശ് തരണമെന്ന് ആ പയ്യൻ പറയുമ്പോൾ കെവിൻ കയ്യിലിപ്പോൾ പണമില്ലാത്തത് കൊണ്ട് നാളെ തരാമെന്ന് പറയുന്നു. അതിന് ആ പയ്യൻ സമ്മതിക്കുന്നേയില്ല. അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാത്ത കെവിൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് കാണിച്ചവരെ പേടിപ്പിക്കുന്നു. പോരാത്തതിന് മുകളിലേക്ക് വെടിവെക്കുമ്പോൾ അവർ ആ ബോട്ടിൽ നിന്ന് പേടിച്ചിറങ്ങുകയും കെവിന്റെ കയ്യിൽ ബോട്ട് കിട്ടുകയും ചെയ്യുന്നു. ആ പയ്യനാണെങ്കിൽ അവന്റെ അച്ഛന്റെ ബോട്ടായതുകൊണ്ട് പേടിച്ച് ഉടനെ തന്നെ ഹാർബർ പോലീസിനോട് വിളിച്ച് പരാതിപ്പെടുന്നു. എന്തായാലും കെവിൻ ആ ബോട്ടിൽ പോകാനുള്ള ദ്വീപിന്റെ നാവിഗേഷൻ എല്ലാം സെറ്റ് ചെയ്യുമ്പോഴാണ് പെട്രോൾ തീർന്നു എന്ന ഇൻഡിക്കേഷൻ വരുന്നത്. ഉടനെ തന്നെ അവൻ അവിടെയുള്ള പമ്പിൽ ചെന്ന് ആരും കാണാതെ ബോട്ടിൽ ഫുൾ ടാങ്ക് ഇന്ധനം അടിക്കുമ്പോൾ ഒരു മഞ്ഞ ബോട്ട് മോഷണം പോയി എന്നറിയുന്ന ഹാർബർ പോലീസ് കെവിനെ തിരക്കി വരുന്നു. അവർ അവനെ കാണുമ്പോൾ ആ ബോട്ടിനെ ഫോളോ ചെയ്യുകയും കീഴടങ്ങിയില്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമെന്നുമെല്ലാം വാൺ ചെയ്യുന്നു. എന്നിട്ടും കെവിൻ എഞ്ചിൻ ഓഫ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ ഹാർബർ പോലീസ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. നിർത്താതെ അവർ ഫയർ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ കെവിൻ ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഗൺ കളഞ്ഞതിന് ശേഷം ആ ബോട്ടിൽ കിടക്കുകയാണ് ചെയ്തത്. പിന്നീട് ആ ബോട്ടിലെ ഒരു എഞ്ചിൻ ഓഫ് ആകാൻ തുടങ്ങുന്നത് കാണുന്ന കെവിൻ രണ്ടാമത്തെ എഞ്ചിൻ ഓൺ ചെയ്ത് ആ സ്പീഡ് ബോട്ട് കത്തിച്ചു വിടുന്നു. വളരെ മികച്ചൊരു ഡബിൾ എഞ്ചിൻ സ്പീഡ് ബോട്ട് ആയതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവൻ ഉദ്ദേശിച്ച ദ്വീപിലെത്താൻ കെവിന് സാധിക്കുന്നു. അങ്ങനെ
അവസാനം ആ ദ്വീപിലെത്തിച്ചേർന്ന കെവിൻ ജൂലിയെയും ആന്റിയെയും ഉറക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഒരിടത്ത് ബോധമില്ലാതെ അവസ്ഥയിലായിരുന്നു അവർ. അവരെ കാണുമ്പോൾ തന്നെ മിഗുയാൽ അന്നവിടെ വെച്ചിരുന്ന വെള്ളമെടുത്ത് കെവിൻ ജൂലിക്ക് കൊടുക്കുന്നു. കുറച്ച് ദിവസങ്ങളായി ഭക്ഷണവും വെള്ളവും കിട്ടാതെ മരണത്തെ മുഖാമുഖം കണ്ടൊരവസ്ഥയായിരുന്നു അവർക്ക്. ആന്റിക്ക് ബോധം വരാത്തത് കൊണ്ട് പേടിക്കുന്ന കെവിൻ അവന് കൃത്രിമ ശ്വാസമെല്ലാം കൊടുക്കുന്നു. അതിനുശേഷം കുഞ്ഞിനെ എടുത്ത് ആ ബോട്ടിൽ കിടക്കുന്ന കെവിൻ നമ്മൾ വീട്ടിൽ പോവുകയാണ്, എല്ലാം ശരിയാകുമെന്ന് കുഞ്ഞിനോട് പറയുന്നു. ശേഷം ജൂലിയെ ബോട്ടിലേക്ക് കയറ്റാനായി കെവിൻ പോകുമ്പോൾ കെവിന്റെ വയറ്റിലെ മുറിവ് കാരണം അവൻ കുറെ കഷ്ടപ്പെടുന്നു. ബോധമില്ലാത്ത ജൂലിയെ എടുത്ത് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കെവിനും ചുറ്റുമുള്ളതെല്ലാം മങ്ങി അവന്റെ ബോധം മറയുന്നു. ഇത്രയും ദിവസം ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ട് അവസാനം അവന്റെ കുടുംബത്തെ കണ്ടെത്തിയപ്പോൾ അവരെ രക്ഷിക്കാനായുള്ള ശക്തി കെവിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. വീണ്ടും ആ ദ്വീപിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്ന ആ നിമിഷം അവരെ രക്ഷിക്കാനായി ഒരു ഹെലികോപ്റ്റർ എത്തുന്നത് കാണിക്കുകയാണ്. അങ്ങനെ അവർ തിരിച്ചു പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷ തന്നുകൊണ്ട് ഈ ഒരു സർവൈവർ ത്രില്ലർ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇനി ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ പോണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.